ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ഹാൻഡ് മെയ്ഡ് ഇയറിങ്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനാദ്യം എന്തെല്ലാം വേണ്ടതെന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുന്തൻ സ്റ്റോൺസ് ആണ് മൂൺ ഷേപ്പിലുള്ളത്. പിന്നെ ഇതുപോലൊരു സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വൈറ്റ് കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്ലൂ സ്റ്റിക്ക് പെന്നാണ്. ഇതതിൻ്റെ ഗ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ഇയറിങ്സിൻ്റെ മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പാർട്ടായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വൈറ്റ് കുന്തൻ സ്റ്റോൺസ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ മൂൺ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുവാണ്. 3 വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് സൈഡിൽ. അപ്പോൾ സ്റ്റഡിലേക്ക് വേണ്ടിയിട്ട് ഇത് 2 സാധനം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് സ്റ്റഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ സ്റ്റഡ് ചെയ്ത പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ബാലൻസ് ഉള്ള ഷീറ്റിലാണ് ഹാങ്ങിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്റ്റോൺ ലേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡബ്ബ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഹെവി ആയി പോയതുകൊണ്ട് ഞാൻ നോർമലി മാനുവലി പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ച് ഗ്ലൂ അവിടെ ഇവിടെ ആയതുകൊണ്ട് സ്റ്റോൺ ലേസ് ഒട്ടിക്കാൻ കുറച്ച് ആദ്യത്തെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടമുണ്ടായിരുന്നു. കാരണം കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തത് നോർമലായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തു. രണ്ടാമത്തതും അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് റൗണ്ട് ഷേപ്പിൽ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോൺ ചെയിൻ ഇവിടെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത ഗ്ലൂവിൻ്റെ മാർക്കിങ് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഒന്നും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്ത് നമ്മുടെ മൂൺ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇതുപോലെ സ്റ്റോൺ ചെയിനോട് ചേർത്ത് റൗണ്ട് ഷേപ്പിൽ തന്നെ കുന്തൻ സ്റ്റോൺസ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇയറിങ്സ് മോഡലാണ്. ഇപ്പം ട്രെൻഡിങ്ങിലുള്ളതും ഈ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിങ്സ് ആണ്. നമുക്കിപ്പോൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മളിപ്പം കാണുമ്പോൾ കുറച്ച് വലുപ്പം തോന്നുമെങ്കിലും ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര കുറച്ചൊരു അട്രാക്റ്റീവ് കൂടുതൽ എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്കും തോന്നുമോയെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ചൊക്കെ ആയിട്ട് ചെയ്യണമെങ്കിൽ അതിനും ഇതുപോലെ കുന്തൻ സ്റ്റോൺസ് കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഹാങ്ങിങ്സ് കൊടുക്കുന്നതും ഉണ്ട്. ഞാനിതിൽ ഹാങ്ങിങ്സ് കൊടുക്കുന്നില്ല. എനിക്കിപ്പം ഇതേ ഷെയ്ഡിലുള്ളൊരു ഡ്രസ്സ് ഉള്ളത് കൊണ്ട് അപ്പോൾ അതിന് മാച്ചായിട്ടാണ് ഞാൻ ഈ ഇയറിങ്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഹാങ്ങിങ് പാർട്ട് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയതിന് ശേഷം നല്ല നീറ്റായിട്ട് പിന്നെ നമ്മുടെ ഗ്ലാസ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് സ്റ്റോണിൻ്റെ അരിവശം ചേർത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അറ്റം ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. അതുപോലെ തന്നെ ഹാങ്ങിങ് സൈഡും അതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഹാങ്ങിങ്ങിൻ്റെ സെൻറ്റർ സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടായിട്ട് ഒന്ന് മടക്കിയിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗം നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കുറച്ചൊന്ന് ഈ പിന്നെ മുന പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഗ്ലാസ് ഷീറ്റൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇയറിങ്സിന് സ്റ്റഡും അതുപോലെ പിന്നെ ഐപ്പിനും വെച്ച് ഒന്ന് ഹാങ്ങിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇയറിങ്സിൻ്റെ സ്റ്റഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ഓരോ ഐപ്പിനും താഴെ നമ്മുടെ ആ റൗണ്ടിന് ഓരോ ഐപ്പിനും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇയറിങ്സ് സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ വാക്സ് ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിതിൽ വാക്സ് ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടില്ല. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഐപ്പിന് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഇയറിങ്സ് ഇവിടെ റെഡിയാവും. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇയറിങ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇയറിങ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.